നമസ്കാരം. ഓം ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യേ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം ഏകോനവിംശോധ്യായഃ 19 സർഗം. എന്തെല്ലാം ഉപദേശങ്ങൾ ജനക മഹാരാജാവ് കൊടുത്തിട്ടും ശ്രീശുകൻ്റെ സംശയം തീരെ മാറുന്നില്ല. പിന്നെയും പിന്നെയും സംശയം നിഴലിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. മായയിൽ മുഴുകിക്കഴിയുന്നവന് എങ്ങനെയാണ് ആഗ്രഹങ്ങളൊന്നുമില്ലാതെ കഴിയാൻ സാധിക്കുന്നത് എന്ന് ശുകൻ ചോദിക്കുന്നു. ആ മനുഷ്യൻ എല്ലാ വിവേകവും നേടിയാലും എല്ലാ ശാസ്ത്രജ്ഞാനവും നേടിയാലും മനസ്സിൽ നിന്ന് ആഗ്രഹം പോകുന്നില്ലെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെയാണ് മുക്തനാകുന്നത് എന്ന് വീണ്ടും ചോദിക്കുന്നു. ജ്ഞാനികൾ ഒരിക്കൽ ഒരു പ്രാണിയെപ്പോലും ദ്രോഹിക്കരുത്. അത് എങ്ങനെയാണ് ഒരു ഗൃഹസ്ഥന് സാധ്യമാവുന്നത് എന്ന് വീണ്ടും ശുകൻ ചോദിക്കുന്നു. അതുപോലെ തന്നെ ജനക മഹാരാജാവിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അടങ്ങിയിട്ടില്ലെന്നും രാജഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടെന്നുമൊക്കെ ശുകന് സംശയം ചോദിക്കുന്നു. അങ്ങനെയുള്ള അങ്ങ് ജീവൻ മുക്തനാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നു. വീണ്ടും സംശയങ്ങൾ എന്തെല്ലാമാണ് ശുകൻ്റെ മനസ്സിൽ ഉദിക്കുന്നതെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അധ്യായം 19 6 ശ്ലോകം. ചോരേഷു ചൗരബുദ്ധിസ്തേ സാധു ബുദ്ധിസ്തു താപസേ സ്വപരത്വം തവാപ്യസ്തി വിദേഹസ്ത്വം കഥം പുനഃ. ചോരന്മാരെ ചോരന്മാരായും താപസന്മാരെ സജ്ജനമായും അങ്ങ് കാണുന്നു. ചോരനെന്നും താപസനെന്നുമുള്ള ഭേദബുദ്ധി അങ്ങയ്ക്കുണ്ട്. തൻ്റേത് അന്യൻ്റേത് എന്നീ ഭേദബുദ്ധിയും ഉണ്ട്. രാജാവേ, അങ്ങ് വിദേഹനാകുന്നത് എങ്ങനെയാണ്? ശ്ലോകം 7. കടു തീക്ഷ്ണകഷായാമ്ല രസാൻ വേൽസി ശുഭാശുഭാൻ ശുഭേഷു രമതേ ചിത്തം നാശുഭേഷു തഥാ നൃപ. എരിവ്, പുളി, കയ്പ് എന്നീ രസങ്ങളും ശുഭാശുഭങ്ങളും അങ്ങറിയുന്നുണ്ട്. അതേപോലെ അശുഭങ്ങളിൽ ഒട്ട് സന്തോഷിക്കുന്നുമില്ല. ശ്ലോകം 8. ജാഗ്രൽ സ്വപ്ന സുഷുപ്തിച്ഛ തവ രാജൻ ഭവന്തിഹി അവസ്ഥാസ്തു യഥാകാലം തുരീയാതു കഥം നൃപ. രാജാവേ, അങ്ങേക്കും ഉണ്ടാകുന്നുണ്ട് ജാഗ്രൽ സ്വപ്ന സുഷുപ്തികളും കാലാനുരൂപമായ അവസ്ഥകളുമൊക്കെ. എന്നിരിക്കെ നാലാമത്തേതായ തുരീയാവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ 3 അവസ്ഥകൾക്കും കാലത്തിനും വിധേയനായ ഒരാൾക്ക് അവയ്ക്കതീതമായ നാലാമത്തെ ആത്മാനുഭൂതിയുടേതായ അവസ്ഥ എങ്ങനെ ഉണ്ടാകുമെന്ന് അർത്ഥം. ശ്ലോകം 9. പദാത്യശ്വരഥേ ഭാച്ഛ സർവേ വൈ വശഗാ മമ സ്വാമ്യഹം ചൈവ സർവേഷാം മന്യസേ ത്വം ന മന്യസേ. കാലാൾ, കുതിര, തേര്, ആന എന്നീ ചതുരംഗപ്പടയെല്ലാം എനിക്ക് അധീനമാണ്. അവയുടെ എല്ലാം സ്വാമിയാണ് ഞാനെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ട് ഇല്ലേ? ശ്ലോകം 10. മിഷ്ടമത്സി സദാ രാജൻ മുദിതോ വിമനസ്തഥാ മാലായാം ച തഥാ സർപ്പേ സമദ്രിക്വ നൃപോത്തമ. ഹേ രാജൻ, അങ്ങ് മൃഷ്ടാന്നം ഭുജിക്കുന്നു, സന്തോഷിക്കുകയും സന്തപിക്കുകയും ചെയ്യുന്നു. രാജാവേ,
പൂമാലയും പാമ്പും അങ്ങേക്ക് ഒരുപോലെയാണോ? ശ്ലോകം 11. വിമുക്തസ്തു ഭവേദ്രാജൻ സമലോഷ്ടാശ്മകാഞ്ജനഃ ഏകാത്മബുദ്ധി സർവത്ര ഹിതകൃത് സർവജന്തുഷു. രാജാവേ, മുക്തനാകട്ടെ മൺകട്ടയും കല്ലും കാഞ്ചനവും സമമാണ്. എല്ലാറ്റിലും ഒരേ ആത്മാവാണ് കുടികൊള്ളുന്നത് എന്ന ചിന്തയായിരിക്കും അയാളുടേത്. സർവ്വജീവജാലങ്ങൾക്കും അയാൾ ഹിതം ചെയ്യുന്നവനും ആയിരിക്കും. ശ്ലോകം 12. നമേദ്യ രമതേ ചിത്തം ഗൃഹദാദിഷു ക്വചിത് ഏകാകീ നിസ്പൃഹോത്യർത്ഥം ചരേയം ഇതി മേ മതിഃ. എൻ്റെ മനസ്സ് ഇപ്പോൾ ഗൃഹം, ഭാര്യ തുടങ്ങിയവയിൽ അല്പം പോലും സന്തോഷിക്കുന്നില്ല. ഒറ്റയ്ക്ക് ഒന്നിനോടും തീരെ ആഗ്രഹമില്ലാതെ സഞ്ചരിക്കണമെന്നാണ് എൻ്റെ വിചാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.